ഹലോ ഗൈസ്, അങ്ങനെ വർഷ വീട്ടിലറിയാതെ ശ്രീകാന്തിന്റെ കൂടെ ശ്രീകാന്തിന്റെ വീട്ടിലോട്ട് തിരിക്കുകയാണ്. എന്നാ മഹിമ ഡബ്ബിംഗ് സെന്ററിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ അവിടെ നിന്നും ശ്രീകാന്തിന്റെ കൂടെ ശ്രീകാന്തിന്റെ വീട്ടിലോട്ട് പോയെന്നുള്ള വിവരം അറിയാണ് മഹിമ. അപ്പൊ തന്നെ മധുസൂദൻ മറുപടി കൊടുക്കുന്നുണ്ട്, എന്റെ മോളെ എന്നെ അപമാനിച്ച് വീട്ടിലോട്ട് പോവില്ല, അപ്പൊ തന്നെ ഉറപ്പിക്കാം അവരാരോ വന്ന് നിർബന്ധിച്ച് നമ്മുടെ മോളെ കൂട്ടിക്കൊണ്ട് പോയതാണെന്ന്. ഇതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ശ്രീകാന്തിന്റെ വീട്ടിലോട്ട് എത്തണം. അങ്ങനെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഹിമയും മധുസൂദനും ചേർന്ന് ശ്രീകാന്തിന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അവിടെ വെച്ച് വലിയൊരു പൊട്ടിത്തെറി തന്നെയാണ് സംഭവിക്കുന്നത്. മധുസൂദന്റെ അതിരുവിട്ട പെരുമാറ്റം രവിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. ഇതൊന്നും കണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ രവി അയാളുടെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. അവിടെ പിന്നെ വമ്പൻ ടിസ്റ്റുകളാണ് നടക്കുന്നത്. കാരണം അയാൾ പറയാൻ പാടില്ലാത്ത പല മോശം കാര്യങ്ങളാണ് അവിടെ വിളിച്ചു പറയുന്നത്. ആർക്കായാലും കേട്ടു നിൽക്കാൻ പറ്റില്ല. കാരണം അത്തരത്തിൽ കേട്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരമാണ് അയാളുടെ വായിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ കഴിയുന്ന പരമാവധി ക്ഷമിച്ചെങ്കിലും രവിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കഴിവിന്റെ അങ്ങേപ്പുറം പിടിച്ചു നിന്നു. അവസാനം ഒരു നിവൃത്തിയില്ലാതെ ഇയാളുടെ കാരണം പുകിക്കുകയായിരുന്നു. എന്തായാലും ആ ഒരു എപ്പിസോഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് വർഷയും ശ്രീകാന്തും വീട്ടിലോട്ട് കയറി വരുന്നതാണ്. വന്ന പാടെ തന്നെ ശ്രീകാന്ത് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ അടുക്കളയിൽ പണിയിലാണ് കേട്ടോ. ആരോ ബെല്ലടിച്ചല്ലോ. ഇതും പറഞ്ഞ രേവതി ഡോറ് തുറക്കാൻ വേണ്ടി പോവാണ്. ഡോറ് തുറന്ന പാടെ തന്നെ വർഷയാണ് കാണുന്നത്. വർഷയെ കണ്ടപ്പോ തന്നെ രേവതിക്ക് ഒരുപാട് സന്തോഷാവാണ്. അയ്യോ, ഞാൻ എന്തേ കാണുന്നത്, വാ വാ വർഷേ. ആ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത്. ഹേ ശ്രീകാന്തേ, മോളെ വർഷേ, നിങ്ങൾ വന്നോ? ഹോ, എനിക്ക് സന്തോഷായി. ആന്റി, അങ്കിൾ എവിടെ? അങ്കിളൊക്കെ അവിടെ നിൽക്കട്ടെ, മോളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വിട്ടല്ലോ. ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ മഹിമയെ എത്ര തവണ വിളിച്ചെന്നറിയോ? മഹിമ ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല. ആ പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്കായാലും ദേഷ്യം കാണില്ലേ? അതുപോലെയല്ലേ ചിലരൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയത്. എന്താടി ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ദേ, നിന്നെ കണ്ടാലേ മോള് വന്ന സ്പോട്ടിൽ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവും. മാറി നിൽക്ക അവിടുന്ന്, നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ എന്തിനാ രേവതി ഏട്ടത്തി വഴക്ക് പറയുന്നത്? ഏട്ടത്തി ഇവിടെ നിന്നെന്ന് കരുതി എന്താ കുഴപ്പം? മോനെ ശ്രീകാന്തെ, നിന്റെ ഭാര്യ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് തന്നെ നീ വലിയ കാര്യമായി കൂട്ടിക്കോ. ദേ, ഇവളെ വീണ്ടും കണ്ടു കഴിഞ്ഞാലേ വർഷയ്ക്ക് ദേഷ്യം വരും. അപ്പൊ വർഷ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ രേവതി ഏട്ടത്തി കാണുമ്പോ ദേഷ്യപ്പെടുന്നത്? ഏട്ടത്തി അതിന് എന്നോടൊന്നും ചെയ്തില്ലല്ലോ. എന്നാലും മോളെ, ഇവള് കള്ളം കാണിച്ചില്ലായിരുന്നെങ്കിൽ അവിടെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, അമ്മേ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി അത് വീണ്ടും എടുത്തിട്ടുണ്ട. അത് മാത്രമല്ല, ഏട്ടത്തി കുറ്റക്കാരിയല്ല. ഏട്ടത്തി ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല. അതിപ്പോ ഞങ്ങൾ ആരും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. ഏട്ടത്തി അങ്ങനെ അന്യന്റെ മുതൽ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. അതെ ആന്റി, എന്തിനാ രേവതി ഏട്ടത്തിയെ വഴക്ക് പറയുന്നത്? ദേ, ഞാനിപ്പോ ഇങ്ങോട്ട് വരാൻ കാരണക്കാരി തന്നെ ഈ രേവതി ഏട്ടത്തിയാ. എന്ത്, ഇവളോ? ഇവിടുന്ന് മോള് പോവാൻ കാരണക്കാരിയാണ് ഇവളെന്ന് പറ. അതല്ലേ വർഷ ശരി? എന്നാ അത് ശരിയല്ല. ഞാനിങ്ങോട്ട് വരാൻ കാരണക്കാരിയായതാണ് ഏട്ടത്തി, അതാണ് ശരി. നീ എന്തൊക്കെയാ വർഷ ഈ പറയുന്നത്? ഒന്ന് തെളിയിച്ചു പറ. അതായത് എന്നെ ഡബ്ബിംഗ് സെന്ററിൽ വന്ന് ഏട്ടത്തി കണ്ടു. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നല്ല കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. അപ്പോഴല്ല അറിയുന്നത് എന്റെ അച്ഛന്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു എന്നുള്ളത്. രണ്ടുപേരും തെറ്റുകാരാണ്. അപ്പൊ പിന്നെ ഒരാളുടെ പക്ഷം മാത്രം കൂടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അച്ഛന്റെ കൂടെ നിൽക്കുന്നത്? ആരുടെയും കൂടെ നിൽക്കണ്ട. അതിന് നിന്റെ അച്ഛൻ എന്ത് തെറ്റാ ചെയ്തത് വർഷേ? തെറ്റൊക്കെ ചെയ്തത് ഇവളുടെ ഭർത്താവും കൂടിയല്ലേ. രേവതി ഏട്ടത്തിന്റെ ഹസ്ബൻഡ് തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഏട്ടത്തി തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്റെ അച്ഛനും സച്ചേട്ടനും ഒരുപോലെ തെറ്റുകാരാ. അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ ഭാഗത്ത് മാത്രം നിൽക്കാൻ എനിക്ക് പറ്റില്ല. ഏട്ടത്തി എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നല്ലോ. അപ്പോഴാണ് ശരിക്കും അവിടെ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. അതുവരെ ഞാൻ അച്ഛന്റെ ഭാഗത്താ ശരിയെന്ന് കരുതി. എന്തായാലും അവരെ അറിയിച്ചിട്ടില്ല. നേരെ ഡബ്ബിംഗ് സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് വരുവാ. അയ്യോ വർഷേ, വീട്ടിൽ അറിയിക്കാതെയാണ് ഇങ്ങോട്ട് വന്നത്. വീട്ടിൽ അറിയിച്ചാ ഒരുപക്ഷെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അവര് മിക്കവാറും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടയും. അമ്മയ്ക്കും അച്ഛനും നമ്മൾ അവിടെ താമസിക്കണമെന്നാ. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല. ശ്രീകാന്തെ, നമുക്ക് മുറിയിലേക്ക് പോവാം. ശരി വർഷേ. അങ്ങനെ അവരവരുടെ ലഗേജും എടുത്തിട്ട് മുറിയിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, നീ ആള് കൊള്ളാലോടി. വർഷയുടെ കണ്ണി പൊടിയിട്ട് നീ നല്ല പിള്ള ചമഞ്ഞു അല്ലേ? എന്തിനു വേണ്ടിയാ നീ വർഷയുടെ പിന്നാലെ അട്ട പറ്റുന്നത് പോലെ പറ്റുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവളുടെ കൂടെ നിന്ന് പ്രയോജനം ഉണ്ടെന്ന് നിനക്കറിയാം അല്ലേടി? ദേ അമ്മേ, ഞാൻ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങളാ. അമ്മയുടെ വാക്കുകൾ സൂക്ഷിക്കണം. അതൊരിക്കൽ പറഞ്ഞ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്തിനാടി തിരിച്ചെടുക്കുന്നത്? ഇതൊക്കെ നീ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. അതുകൊണ്ട് ഒരിക്കൽ പോലും ചന്ദ്രമതിക്ക് പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കേണ്ടി വരില്ല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഏതായാലും കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നീ വിഷം ഇറക്കിപ്പിച്ചല്ലോ. ആ ഐഡിയ ഏതായാലും കൊള്ളാം. പേരും കള്ളി. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടുന്ന് പോവാണ് കേട്ടോ. രേവതിക്ക് നല്ല വിഷമാവുന്നുണ്ട്. രേവതി അവിടെ നിന്ന് കരയുകയാണ്. പിന്നെ കാണിക്കുന്നത് വർഷയുടെ അമ്മയാണ്. മഹിമയാണെങ്കിൽ വർഷയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വർഷ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ.
മധുവേട്ട, ഇവളെന്താ ഫോൺ എടുക്കാത്തത്? സമയം എത്രയെന്നറിയോ? അവള് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. എന്നാ പിന്നെ മഹിമേ, ആ ഡബ്ബിംഗ് സെന്ററിലെ നമ്പർ നിന്റെ കയ്യിലില്ലേ, അതിലോട്ടൊന്ന് വിളിക്ക്. ആ, അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കാം മധുവേട്ട. ഇതും പറഞ്ഞ് മഹിമ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. ഹലോ. ഹലോ, പറയൂ. ഞാൻ വർഷയുടെ അമ്മയാണ്. വർഷയുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞില്ലേ? വർഷ ഇന്ന് നേരത്തെ പോയല്ലോ. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഹാഫ് ഡേ ലീവ് എടുത്ത് വർഷ നേരത്തെ മുങ്ങി. ശ്രീകാന്ത് വന്നിരുന്നു വിളിക്കാൻ. ശ്രീകാന്ത് വന്നിരുന്നോ? മിക്കവാറും അവരെ ശ്രീകാന്തിന്റെ വീട്ടിലെത്തിക്കാണോ? ശരി എന്നാ. മധുവേട്ട, ദേ നിങ്ങളുടെ മകള് വീണ്ടും നമ്മളെ ചതിച്ചു. എന്തുപറ്റി? വർഷ എവിടെ പോയി? എവിടെ പോവാൻ? ആ ശ്രീകാന്ത് വന്നിരുന്നു വർഷയെ വിളിക്കാൻ. രണ്ടുപേരും കൂടി ശ്രീകാന്തിന്റെ വീട്ടിലോട്ട് പോയി. എന്ത്? ഇതും പറഞ്ഞോണ്ട് മധുസൂദൻ ഇരിക്കുന്ന സീറ്റിൽ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. വർഷ ശ്രീകാന്തിന്റെ വീട്ടിൽ പോയിന്നോ? അതെ മധുവേട്ട, ശ്രീകാന്ത് വർഷ അവിടേക്ക് വിളിക്കാൻ വന്നിരുന്നത്രേ. അതെങ്ങനെ ശരിയാവും? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് ഇതിനു വേണ്ടിയായിരുന്നു. മധുവേട്ട, എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞല്ലോ. എന്റെ മോൾ ഒരിക്കലും അവന്റെ കൂടെ പോയില്ല. എനിക്കുറപ്പാ അവൻ എന്റെ മോളെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി കൂട്ടിക്കൊണ്ടു പോയതായിരിക്കും. എന്റെ മോള് എന്നെ ആക്ഷേപിച്ച ഒരുത്തനുള്ള വീട്ടിലോട്ട് കയറി പോവില്ല. മധുവേട്ട, എന്തായാലും അവൾ അവിടെ എത്തിയിട്ടുണ്ട്, ആ കാര്യം ഉറപ്പാ. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാം? എന്ത് ചെയ്യാൻ? നമ്മൾ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്. നേരെ അവന്റെ വീട്ടിലോട്ട് ചെല്ലണം. നമ്മുടെ മോളെ ഭീഷണിപ്പെടുത്തി കൂട്ടിക്കൊണ്ട് പോയതാണോന്ന് അറിയണം. അതെ മധുവേട്ട, അതെന്തായാലും വേണം. എല്ലാം കണ്ടുകൊണ്ട് കൈകെട്ടി നോക്കി നിൽക്കാൻ നമുക്ക് പറ്റുമോ? നീ പെട്ടെന്ന് റെഡിയായി മഹിമേ. റെഡി ആവാനൊന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോവാം. എന്നാ പിന്നെ ഇറങ്ങ്. അങ്ങനെ അവര് രണ്ടുപേരും കൂടി ശ്രീകാന്തിന്റെ വീട്ടിലോട്ട് പോവാണ്. സച്ചയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഓട്ടത്തിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ്. രേവതി, ഞാൻ ഇറങ്ങട്ടെ? അച്ഛാ, ഇറങ്ങട്ടെ. ശരി. ദേ നോക്കിയും കണ്ടൊക്കെ പോവണം കേട്ടോ. അതൊക്കെ ഞാൻ നോക്കില്ല അച്ഛാ. ചന്ദ്രമതി അവിടെ നിൽക്കുന്ന അടപ്പ സച്ചി പറയുന്നുണ്ട്. അമ്മ, ഞാൻ പോകുന്നു. നീ എങ്ങോട്ടെങ്കിലും പോവ്. അതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? ചന്ദ്രൻ, നിന്റെ മോന് ജോലിക്ക് പോവാണ്. അവൻ യാത്ര പറഞ്ഞതാ നിന്നോട്. പോകുന്നെങ്കിൽ പോവട്ടെ. അവൻ ഇവിടെ ആരെങ്കിലും പിടിച്ചു നിർത്തിയോ? മോനെ സച്ചി, നീ അല്ലാതെ ഇവളോടൊക്കെ യാത്ര പറയോ? സച്ചി, നീ ധൈര്യമായിട്ട് പോയി വാടാ. ശരി അച്ഛാ. ചന്ദ്രേ, ഇതൊന്നും അത്ര നല്ലതല്ല. അവന്റെ മനസ്സിന് കരട് വീഴാതെ നീ സൂക്ഷിച്ചോ. ഞാനല്ല, അവൻ എന്റെ മനസ്സിലാ കരട് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ചന്ദ്രേ, വേണ്ട. നിന്റെ ഇത്തരം സംസാരം നിർത്തിക്കോ. നിങ്ങളുടെ പുന്നാര മകനല്ലേ, പറയുന്നില്ലേ ഞാനൊന്നും. ആ സമയത്താണ് ഒരു കാറിന്റെ ഹോണടി കേൾക്കുന്നത്. ഇതിപ്പോ ആരാ? അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, അയ്യോ ദേവിയേട്ടാ, ഇതാരാ വരുന്നേ നോക്കി. മധുവേട്ടനും മഹിമയും. അപ്പൊ അടുത്ത പ്രശ്നത്തിനുള്ള വഴിയാണ്. വർഷ വീട്ടിൽ പറഞ്ഞിട്ടല്ല വരുന്നതെന്നല്ല പറഞ്ഞത്. അപ്പൊ അത് തന്നെ കാര്യം. ദിവ്യേട്ടാ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും. അവര് ചിലപ്പോ നല്ല എന്തെങ്കിലും കാര്യത്തിനായിരിക്കും വരുന്നത്. ഇതാരൊക്കെയാ വരുന്നത്? വാ. മഹിമേ, നിന്റെ പിണക്കൊക്കെ മാറിയോ? ചന്ദ്രേ, നീ മിണ്ടരുത്. അയ്യോ, എന്തു പറ്റി? അപ്പൊ മധുസൂദൻ പറയുന്നുണ്ട്, എടോ രവീന്ദ്ര, താനിവിടെ ഒളിച്ചിരിക്കുവാണല്ലേ. തന്റെ കുതന്ത്രം കൊള്ളാം. മക്കളെ പറഞ്ഞ് ഉപദേശിച്ച് നീ കാര്യം കൈക്കലൊക്കെ മിടുക്കനാണെന്ന് എനിക്കറിയാം. ദേ മധുസൂദ, താൻ എന്തൊക്കെയാ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നത്? അനാവശ്യോ? അനാവശ്യം ഞാനല്ല പറഞ്ഞത്, നിങ്ങളാ. എന്റെ മോളെവിടെ? വിളിക്കവളെ. നിങ്ങളുടെ മോളെ ഞങ്ങൾ കെട്ടിവെച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. രവിയേട്ടാ, ഒന്നും മിണ്ടാതിരിക്കും. ഞാൻ വിളിക്കാം. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും. രേവതി, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഞങ്ങൾക്ക് കുടിക്കാനൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ കണ്ടാ മതി. വർഷേ, ഇതും പറഞ്ഞുകൊണ്ട് മഹിമ ചുറ്റിലും നോക്കുന്നുണ്ട്. വർഷ മുറിയിലായിരിക്കും. മഹിമേ, നീ ഒന്ന് ഇവിടെ ഇരിക്കി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. രേവതി, നീ ഇവർക്ക് ജ്യൂസ് എടുക്ക്. ഞങ്ങൾക്കൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. ആ സമയത്താണ് അങ്ങോട്ട് വർഷ വരുന്നത്. അമ്മേ, അച്ഛാ, നിങ്ങളോ? മോളെ, നീ എന്താ ഇവിടെ? നീ പറ, നിന്നെ ഇവരാരെങ്കിലും ഭീഷണിപ്പെടുത്തി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതാണോ? പറ മോളെ. അങ്ങനെയാണെങ്കിൽ ഒറ്റൊരെണ്ണത്തിനും ഞാൻ വെച്ചേക്കില്ല. മധുസൂദ, വെറുതെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തന്റെ മോള് വന്നല്ലോ, തന്റെ മോളോട് ചോദിച്ചു നോക്ക്, സ്വയം ഇഷ്ടപ്രകാരാണ് ഇങ്ങോട്ട് വന്നതെന്ന്. മോളെ, നീ ഇവരെ പിടിച്ച് വെറുതെ അതും ഇതും പറയണ്ട. സത്യം പോലെ പറഞ്ഞു. ശ്രീകാന്ത് അവിടെ വന്ന് നിന്നെ ഭീഷണിപ്പെടുത്തി കൂട്ടിക്കൊണ്ട് പോയതല്ലേ? എന്റെ മോള് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അച്ഛനെ അപമാനപ്പെടുത്തി വീട്ടിലോട്ട് തിരിച്ചു പോയില്ലെന്ന് പറഞ്ഞതാ. പിന്നെ എങ്ങനെ എന്റെ മോൾ ഇവിടേക്ക് വന്നു? എനിക്കറിയണം സത്യം എന്താണെന്നുള്ളത്. അപ്പൊ രേവതി പറയുന്നുണ്ട്, അത് പിന്നെ ആന്റി, ഞാൻ വർഷയെ കാണാൻ വേണ്ടി ഡബ്ബിംഗ് സെന്ററിൽ ചെന്നിരുന്നു. അവിടെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വർഷയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഓഹോ, അപ്പൊ നീയായിരുന്നല്ലേടി ഇതിന് പിന്നിൽ? പെരുങ്കള്ളി, നീയെ ഒരു കള്ളിയാ. നീ പറഞ്ഞത് എന്റെ മോള് വിശ്വസിച്ചെന്നോ? മോളെ, ഇവളങ്ങനെ പല കള്ളങ്ങളും പറഞ്ഞ് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ നോക്കൂ. വേണ്ട അമ്മേ, എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി. രേവതിയേട്ടത്തി അങ്ങനെ കള്ളം പറയില്ല. സച്ചേട്ടന്റെ അടുത്തും അച്ഛന്റെ അടുത്തും ഒരുപോലെ തെറ്റുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരാളുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഞാൻ രണ്ടുപേരുടെയും കൂടെ നിൽക്കില്ല. ഞാൻ ശ്രീകാന്തിന്റെ കൂടെ സന്തോഷമായിട്ട് എവിടെയെങ്കിലും ജീവിച്ചോളാം. അച്ഛനമ്മ ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കാതെ ഇവിടെ നിന്ന് പോയി തരുമോ? മോളെ വർഷേ. മഹിമേ, ഇനിയൊന്നും പറയണ്ട. എല്ലാത്തിനും കാരണം ഇവൻ ഒറ്റ ഒരുത്തനാ. എന്നോടുള്ള വൈരാഗ്യം വെച്ച് ഇവന്റെ ഇളയ മകനെ എന്റെ മോളെ കൊണ്ട് പ്രണയിപ്പിച്ചു. എന്നിട്ട് അവൻ എന്റെ മോളെ വലയിൽ വീഴ്ത്തി. ഇനി ഇവൻ എന്റെ സ്വത്ത് കിട്ടണം. പരമ ചേറ്റേ ഇവൻ. ചേറ്റത്തരം കളിക്കാൻ ഇവൻ എന്ത് നാടകവും കളിക്കും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. മധുസൂദ, അതിരി വിട്ട് സംസാരിച്ചാലുണ്ടല്ലോ. താൻ എന്ത് ചെയ്യൂടെ? എന്നെ എന്റെ മോളായിരുന്നു എന്റെ എല്ലാം. അത് നീ പറിച്ചെടുത്ത് കൊണ്ടുപോയി.
എന്നിട്ടും മധുസൂദൻ ഒന്നും പറഞ്ഞില്ല. ഇനിയും എന്റെ മോളെ അടർത്തി എടുത്ത് കൊണ്ടുപോയാലുണ്ടല്ലോ, തന്നെയും തന്റെ കുടുംബത്തെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. തനിക്ക് എന്നെ ശരിക്കും അറിയില്ല. തന്റെ കുടുംബത്തെ ഞാൻ വെച്ചേക്കില്ല. തനിക്കേറെ പ്രിയപ്പെട്ട തന്റെ മകനില്ലേ, അവന് ഞാൻ പരീക്ഷണം കാണിച്ചു തരാം. എന്താ നീ പറഞ്ഞത്? നിന്റെ മോനെ കൊല്ലുവെന്നാ പറഞ്ഞത്. മനസ്സിലായില്ലടോ തനിക്ക് പറഞ്ഞത്. അപ്പൊ വർഷ പറയുന്നുണ്ട്, അച്ഛാ വേണ്ട അച്ഛാ, അച്ഛനും അമ്മയും ഒന്ന് ഇവിടുന്ന് പോയിത്താ, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. അപ്പൊ രവി പറയുന്നുണ്ട്, മോളെ വർഷേ മാറി നിൽക്ക്, ഇയാള് പറയട്ടെ, പറയുന്നിടത്തോളം പറയട്ടെ. പറയും. തന്റെ മോനുണ്ടല്ലോ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ, അവൻ ജീവനോടെ തിരിച്ചു വന്നാ താൻ എന്നെ ഒന്ന് വിളിക്കി, അന്നേരം തനിക്ക് വിജയിക്കാം. എടോ എന്റെ മോനെ താൻ, ഇല്ലെങ്കിലേ എന്റെ മോളെയും മരുമകനെയും ഇപ്പൊ ഞങ്ങളുടെ കൂടെ വിട്ടയക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ തന്റെ മകനെ താൻ ജീവനോട് കാണില്ല. എന്റെ മകൻ എന്തെങ്കിലും പറ്റിയ മധുസുധ തന്റെ ഈ ഉടലുണ്ടല്ലോ അതിന് മീതെ തല കാണില്ല. ഞാനാ പറഞ്ഞത്. എന്തിനാടാ തനിക്ക് ആ മകനെ? ഈ സ്ത്രീക്ക് വേണ്ട, പിന്നെ തനിക്ക് വേറെ വല്ല ബന്ധത്തിലുണ്ടായ മകനാണോ? അതുകൊണ്ടായിരിക്കുമല്ലോ ഈ സ്ത്രീക്ക് ആ പയ്യനോട് മാത്രം സ്നേഹമില്ലാത്തത്. എന്താടാ പറഞ്ഞത്? ഇതും പറഞ്ഞിട്ട് നല്ല ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കാനിട്ടോ രവി. രണ്ടെണ്ണം തിരിച്ചും മറിച്ചും പൊട്ടിക്കുന്നുണ്ട്. ഇനി എന്തായാലും നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. അപ്പൊ ആ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.